ആലോചിക്ക്, പാപങ്ങൾ ചെയ്യും, അള്ളാഹുവിനെ ധിക്കരിക്കുക, നന്ദികേട് കാണിക്കുക, എത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും ആ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് പാപങ്ങൾ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ അല്ലേ? ആ പാപങ്ങൾ ചെയ്തു പോയിട്ടും അതിൽ പശ്ചാത്തപിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു നന്ദികേട് കാണിച്ചു, എന്നിട്ടോ ആ നന്ദികേട് തിരിച്ചറിഞ്ഞു, വേണ്ടായിരുന്നു, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന ഒരു കുറ്റബോധം മനസ്സിൽ വന്നാൽ അതിനാണ് തൗബ എന്ന് പറഞ്ഞാൽ. ചെയ്തതിനെ പറ്റി വിഷമം തോന്നുന്നതാണ് ആദ്യത്തെ. വേണ്ടില്ലായിരുന്നു, പറ്റിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്നത് തന്നെയാണ് തൗബ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഖേദമാണ്, ഖേദം വരിക, സങ്കടം വരിക, വേണ്ടില്ലെന്ന് തോന്നുന്നത്. അങ്ങനെ ഒന്ന് അള്ളാഹുവിലേക്ക് നമ്മളെ മനസ്സുയരും, അള്ളാഹുവിലേക്ക് ഒന്ന് അടുക്കുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അല്ലേ? ഒരു പാപം ചെയ്തു പോയിട്ട് ആ പാപത്തിൽ അതൊരു ഖേദം പ്രകടിപ്പിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടും. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുസ്തഗ്ഫിരീൻ, തവ്വാബീൻ, മടങ്ങുന്നവരെ, തിരിച്ചു ചെല്ലുന്നവരെ, റബ്ബിലേക്ക് മടങ്ങി ചെല്ലുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ദുനിയാവിൽ പാപങ്ങൾ ചെയ്യാത്ത ഒരു കൗമ വന്നാൽ അള്ളാഹു അവരെ മാറ്റുന്നതാണ്. അങ്ങനെ പാപങ്ങൾ ചെയ്യുന്ന ഒരു കൗമിനെ അള്ളാഹു കൊണ്ടുവരുന്നത്. കാരണം അള്ളാഹ് ഇഷ്ടമാണ് റബ്ബ് തൻ്റെ അടിമ റബ്ബിലേക്ക് മടങ്ങുന്നത്, റബ്ബിനോട് ഖേദം പ്രകടിപ്പിക്കുന്നത്, അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ചില ആളുകൾ എന്താണ് ഇതിൽ നിന്ന് അകലാൻ കാരണം? ഞാൻ എത്രയോ തെറ്റുകൾ ചെയ്തു പോയി അല്ലേ? അള്ളാഹുവിനോടുള്ള ഒരു അകൽച്ച വരാൻ പലപ്പോഴും ആളുകൾ എന്താ കാരണം ചോദിക്കുന്നത്? ഞാൻ എത്രയോ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ചെയ്തു പോയിട്ടുണ്ട്, പിന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ റബ്ബിനെ എടുക്കുന്നത്? അങ്ങനെ ചോദിക്കി, അതൊന്നും അള്ളാഹുവിലേക്ക് അത് തെറ്റാണെന്നൊരു തിരിച്ചറിയും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരാൾ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരാൾ തിരിച്ചറിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ്. ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞ തരങ്ങൾ പാപങ്ങൾ ചെയ്യുകയും ആ പാപങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അത് തെറ്റാണെന്ന് വിചാരിക്കാതിരിക്കുകയും ചെയ്യണം. അതാണ് ബിദ്അത്തിന്റെ പ്രശ്നം. പിന്നെ നബിദിനം കഴിക്കുന്ന പ്രശ്നം എന്താണ് അല്ലേ? ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളുടെ പ്രശ്നം അവരത് നല്ലതാണ് എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്ന് ആ ബോധമുള്ളവൻ ഒരു കാലത്ത് മടങ്ങാൻ സാധ്യതയുണ്ട്, ഒരു ഖേദം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്ന് ഒരാൾ വിചാരിച്ച അയാൾ വഴികേടിലേക്ക് പോകുമ്പോൾ അയാൾ തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. അതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ. അതാണ് ഹൃദയങ്ങൾക്ക് മൂടി മുഖം എന്നാണ്. ഹൃദയങ്ങൾക്ക് അള്ളാഹു മൂടിയിടും, അല്ലെങ്കിൽ എന്താണ് മൂടി വെക്കുന്നൊക്കെ പറഞ്ഞത്. അതെന്താണ്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് തിരിച്ചറിവില്ല, അത് ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഒരാൾ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു ഖേദം എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ അനുഗ്രഹമാണ്. കാരണം അള്ളാഹു അങ്ങനത്തെ ആളുകൾ, ആ ഖേദം പ്രകടിപ്പിക്കുന്ന ആളുകൾ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്.